100 crore ഡിസേർവിംഗ് മൂവീസ്. അപ്പോൾ ആദ്യം തന്നെ മലയാളത്തിൽ ആദ്യത്തെ 100 crore വന്നത് 2016 അപ്പോൾ നമുക്ക് അതിനുശേഷം വന്ന പടങ്ങളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ബിക്കോസ് ഇങ്ങനെ ഒരു ടൈം ഫ്രെയിം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ സെലക്ഷൻ പൂൾ ഇൻഫിനിറ്റി ആയി പോകും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലുള്ള പടങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു മമ്മൂട്ടി ചായ്വുള്ള ആളായതുകൊണ്ട് ബ്രഹ്മയുഗം, ഭീഷ്മപർവം, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ് ഈ 4 പടങ്ങളും ഞാൻ ലിസ്റ്റിലേക്ക് കുത്തിക്കയറ്റും. അപ്പൊ ആകെ പറയുന്ന 5-ൽ 4 മമ്മൂട്ടി ചിത്രമായ പിന്നെന്താ ത്രില്ല്. അതുകൊണ്ട് മമ്മൂട്ടി സിനിമകൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് പടക്കളം. സിനിമ ഇറങ്ങി 10-12 ദിവസങ്ങൾ കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഹൗസ് തന്നെ പുറത്തുവിട്ട ഒരു പ്രൊമോ കണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പോയി കണ്ടൊരു പടം. പക്ഷേ ദ മൂവി വാസ് വർത്ത് ദ ഗാംബ്ലിംഗ്. വലിയ സ്റ്റാർ പവർ ഒന്നുമില്ല, പക്ഷേ നല്ല വെറൈറ്റി കൺസെപ്റ്റ്, നല്ല എനർജറ്റിക് പെർഫോമൻസസ്, ചിരിച്ചു മറിയാനുള്ള ഒരുപാട് രംഗങ്ങൾ, പിന്നെ നമുക്ക് എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയ സുരാജിന്റെ കുറച്ച് എലമെന്റ്സും, അങ്ങനെ ആകെ മൊത്തം സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വന്നൊരു ചിത്രം. ഇനി അടുത്തത് രേഖാചിത്രം. എഗെയിൻ എന്താ കൺസെപ്റ്റ്. പണ്ടെപ്പോഴോ നമ്മളൊക്കെ കണ്ടു മറന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടന്നൊരു സംഭവം, വർഷങ്ങൾക്ക് ശേഷം അത് അന്വേഷിച്ചു പോകുന്ന ഒരാൾ, ഇതിനുവേണ്ടി ആ 1980 കാലഘട്ടങ്ങളിലെ ഒരു ഫിലിം ഷൂട്ടിംഗ് സെനാരിയോ അതേപടി റീക്രിയേറ്റ് ചെയ്യുക. മൊത്തത്തിൽ ഞെട്ടിച്ചൊരു കൺസെപ്റ്റ്. മൂന്നാമത്തത് എക്കോ. ആദ്യ കാഴ്ചയിൽ എനിക്ക് ആ സിനിമയുമായിട്ട് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നായകൻ, വില്ലൻ, നായിക, ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇവര് തമ്മിലുള്ള കണക്ഷൻ, പടം മുന്നോട്ട് പോകുന്ന രീതി, ഓരോ കാര്യങ്ങളും അൺഫോൾഡ് ചെയ്തു വരുന്ന രീതി, പടം കൊണ്ട് അവസാനിപ്പിച്ച രീതി, ഇതൊക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വേൾഡ് ക്ലാസ് പടമല്ലേ? ആണ്. ഐ ഫീൽ സോ. ഇനി നാലാമത്തത് ബ്രോ ഡാഡി. എനിക്കറിയാം പൊതുവിൽ ഈ സിനിമയെക്കുറിച്ച് ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണുള്ളത്. അത് ഞാൻ ഈ പടത്തെക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 10/10 മൂവിയാണ്. അതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പൃഥ്വിരാജിനെ പോലെ കോമഡി തന്റെ സ്ട്രോങ് സോൺ അല്ലാത്ത ഒരു ആക്ടർ കം ഡയറക്ടർ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി കോമഡി ഡ്രാമ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത് കുറെ ആർട്ടിഫിഷ്യൽ കോമഡി ആയിരിക്കും, ഇതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്നായിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ആ ഒരു മുൻവിധിയൊക്കെ പോയ വഴി കണ്ടില്ല. അത്രയ്ക്ക് നല്ലൊരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു ആ ഒരു ചിത്രം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഒരു പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഇതിനെ കത്തിച്ചു വിട്ടേനെ 100 കോടിയിലേക്ക്. ഇനി ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം അയ്യപ്പനും കോശിയും. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം മാസ് സിനിമ. എനിക്കറിയാം ഇതിനെ വെറും ഒരു മാസ് സിനിമ എന്നൊരു ലേബൽ കൊടുത്ത് അതിനെ തളച്ചിടുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാസ് സിനിമ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് രംഗങ്ങളും ഡയലോഗുകളും ഒക്കെ ഈ പടത്തിലുണ്ട്. പക്ഷെ വേറെ തന്നെ ഡയമെൻഷനിലായിരുന്നു കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ തമിഴിലോ തെലുങ്കിലോ മലയാളത്തിലോ ഒന്നും കണ്ട രീതിയിലായിരുന്നില്ല ഇവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറും പിന്നെ ഒരു മാടമ്പി ആറ്റിറ്റ്യൂഡുള്ള മറ്റൊരു ക്യാരക്ടറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉള്ള സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് ഈ ഒരു ചിത്രം, അല്ലെങ്കിൽ ഇതിന്റെ കഥ സഞ്ചരിച്ചിരുന്ന ആ ഒരു രീതി. സോ ഡെഫിനറ്റ്ലി ദിസ് മൂവി ഓൾസോ ഡിസേർവ്സ് ടു ബി ഇൻ ദിസ് ലിസ്റ്റ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ 100 കോടി എന്ന ബഹുമതി അർഹിച്ചിരുന്ന എന്നാൽ അത് ലഭിക്കാതെ പോയ ചിത്രങ്ങൾ ഏതെന്ന് കമന്റ് ചെയ്യുക.